26 വർഷമായിട്ട് ടി വിയിൽ F1 കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മല്ലു F1 ഫാനിന് ഒരു ഡ്രീം ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. 2000 മോണക്കോ ഗ്രാൻഡ് പ്രീ തൊട്ട് ഞാൻ F1 കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിൽ. അന്ന് തൊട്ട് ഞാൻ F1ൻ്റെ ഫാനാണ്. പക്ഷേ ഒരു പ്രാവശ്യം പോലും ഒരു F1 റേസ് കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ലായിരുന്നു. ഡൽഹിയിൽ F1 നടന്നപ്പോഴും എനിക്കതിൻ്റെ ടിക്കറ്റ്സ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരാൾക്ക് ഒരു F1 കാർ നേരിട്ട് കാണുകയും, ഒരു റെപ്ലിക്ക മാത്രമല്ല ഒറിജിനൽ F1 കാർ നേരിട്ട് കാണുകയും അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയത് വലിയൊരു അവസരമാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. UK യൂറോപ്പിലോ ഒന്നും പോകാതെ തന്നെ ഒരു F1 കാർ നേരിട്ട് കാണാൻ പറ്റിയത് അതൊരു വലിയൊരു സംഭവം തന്നെ. നേരിട്ട് ഇത്രയും അടുത്ത് കാണാൻ പറ്റിയത് വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് കിടക്കാം. റെഡ് ബുൾ RB14 2018 ഫോർമുല 1 സീസണിൽ റെഡ് ബുൾ F1 ടീം, റെഡ് ബുൾ റേസിംഗ് F1 ടീം, UK ബേസ്ഡ് റെഡ് ബുൾ റേസിംഗ് F1 ടീം ഫോർമുല 1 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായിട്ട് ഇറക്കിയ കാറാണ്. അവിടെ 2 ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു, മാക്സ് വെർസ്റ്റാപ്പൻ ആൻഡ് ഡാനിയൽ റിക്കാർഡോ. വേറെ പ്രത്യേകതകൾ ഈ കാറിനെ കുറിച്ച്, ടയേഴ്സ് 13 ഇഞ്ച് വീൽസാണ് ആൻഡ് 900 bhp എൻജിൻ പവർ. ഇപ്പം നിങ്ങൾ ഇതിൽ കാണുന്ന പല സ്പോൺസേഴ്സ് ഉണ്ട്. ഫോർഡ് റേസിംഗ്, ഓറക്കിൾ, ഇതൊക്കെ ഇപ്പോഴ് ഉള്ള സ്പോൺസേഴ്സാണ്, നിലവിലുള്ള സ്പോൺസേഴ്സാണ്. അവരുമായിട്ടുള്ള അഗ്രിമെൻറ്റ്സാണ് ഇവർക്ക് റെഡ് ബുൾ ടീമിനുള്ളത്. അന്ന് അങ്ങനെ അല്ലായിരുന്നു, അന്ന് വേറെ സ്പോൺസേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോഴത്തേക്കും അന്നത്തെ RB14 അടിച്ച് നോക്കുമ്പോൾ പിക്ചേഴ്സ് വരുന്നത് അന്നത്തെ സ്പോൺസേഴ്സിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇപ്പോഴ് അവരുടെ സ്പോൺസേഴ്സ് മാറി. അതുകൊണ്ട് അവർ പബ്ലിക്കായിട്ട് റെഡ് ബുൾ ഈ കാറ് എവിടെയും കാണിച്ചാലും അവർക്ക് ഇപ്പോഴുള്ള സ്പോൺസേഴ്സിൻ്റെ പേര് അതിൽ അവർക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആ സ്പോൺസേഴ്സിൻ്റെ ഓറക്കിൾ, കാർലൈൽ, ഇവരുടെയൊക്കെ പേരുകൾ അവിടെ വയ്ക്കുന്നത്. അന്ന് റെഡ് ബുളിന് ആസ്റ്റൺ മാർട്ടിനുമായി ഒരു ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവർ എൻജിനൊന്നും സപ്ലൈ ചെയ്യത്തില്ല, ബട്ട് അവർ കാശ് കൊടുക്കും. അവരുടെ പേര്, ആസ്റ്റൺ മാർട്ടിൻ്റെ പേര് പ്രോമിനൻ്റ് ആയിട്ട് ആ കാറിൽ വരും. മാത്രമല്ല ഇതിലിപ്പോൾ ഫോർഡ് റേസിംഗ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അന്ന് ഫോർഡ് അല്ലായിരുന്നു, റെനോയുടെ എൻജിനായിരുന്നു. ടാഗ് ഹോയർ എന്ന് പറഞ്ഞൊരു സ്വിസ് വാച്ച് കമ്പനി റെനോയ്ക്ക് പൈസ കൊടുത്ത് ഒരു സ്പോൺസർഷിപ്പ് ഡീൽ വെച്ച് റെനോ എൻജിൻസിന് ടാഗ് ഹോയർ എന്ന പേരിൽ അവർ സപ്ലൈ ചെയ്തു റെഡ് ബുൾ റേസിംഗിന്. ഇനി ഒരു കാര്യം കൂടെ പറയുവാണെങ്കിൽ, ഈ വണ്ടി റെഡ് ബുൾ RB14 ഒരു യുദ്ധത്തിൻ്റെ സെൻറ്ററിലായിരുന്നു. അസർബൈജാൻ ഗ്രാൻഡ് പ്രീ 2018 അസർബൈജാനിൽ നടന്ന F1 റേസിൽ ഡാനിയൽ റിക്കാർഡോ മാക്സ് വെർസ്റ്റാപ്പനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വെർസ്റ്റാപ്പൻ മൂവ് ചെയ്തു. അങ്ങനെ രണ്ടുപേരും തട്ടി. അതാണ് നമ്മളിവിടെ കാണുന്നത്. അത് അന്നൊരു വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. ഒരേ ടീമിലുള്ള 2 ഡ്രൈവേഴ്സ് ക്ലാഷ് ചെയ്യുക. അത് കൂടെ പറയാനുണ്ടായിരുന്നു. ഇപ്പം ആൾ ശാന്തനായിരിപ്പുണ്ട്. പക്ഷെ ഒരു സമയത്ത് സംസാര വിഷയമായിരുന്നു എന്ന് പറയാം.